ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബേബി ഫ്രോക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയിഡറി ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ യോക്ക് പോർഷനിൽ, അതായത് ഈ ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ഈ ഒരു പോർഷനിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ ഇറേസബിൾ പെന്നാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നതാണ്. ഡയറക്റ്റായിട്ട് നമുക്ക് തുണിയിൽ വരയ്ക്കാം. ഇത് വെള്ളം കൊണ്ട് ജസ്റ്റ് നനച്ചാൽ തന്നെ ഇത് മാഞ്ഞു പോകും. അതായത് ഇതിപ്പോൾ ഞാൻ ഓൾറെഡി വരച്ചതാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ വെള്ളം കൊണ്ടാക്കിയാൽ മാഞ്ഞു പോകും. അപ്പോൾ നമുക്ക് തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പെന്നുകൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മുടെ പേൾ കോട്ടൺ ത്രെഡാണ്. ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന എംബ്രോയിഡറി നീഡിലുമാണ്. അപ്പോൾ നമ്മൾ പേൾ കോട്ടൺ ത്രെഡ് നമ്മൾ രണ്ട് ഇഴയായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊരു പെറ്റൽ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എല്ലാ പെറ്റൽസും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 ലെയറായിട്ട് നമ്മൾ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഒരറ്റത്തു നിന്ന് ഇതുപോലെ ത്രെഡ് എടുക്കുക. 2 ലെയറാണ് നമ്മുടെ ത്രെഡ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ, ഈ നമ്മുടെ പെറ്റൽ തുടങ്ങുന്ന ഭാഗം അവിടെ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇപ്പുറത്ത് കൂടെ നമ്മൾ നേരത്തെ എടുത്ത പോയിന്റിനെ കുറച്ച് നീങ്ങിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടേക്കായിട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ സൂചി എടുക്കുക. എന്നിട്ട് നമ്മളിത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും എടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കുത്തുന്ന ഭാഗമുണ്ട്, ഇത് ഒന്നെങ്കിലും മുകളിൽ കുത്തുക അല്ലെങ്കിൽ കുറച്ച് താഴെയായിട്ട് കുത്തുക. തൽക്കാലം മുകളിലായിട്ട് കുറച്ചൊന്ന് മാറിയിട്ടാണ് കുത്തുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കുത്തിയ ഭാഗം, അവിടെ നിന്ന് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീണ്ടും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ത്രെഡ് എടുക്കുമ്പോഴും ഇങ്ങനെ ഗ്യാപ്പ് വരും. കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ, അതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും നമ്മൾ കുത്തുമ്പോൾ ഇവിടെ കുത്തിയതിന് കുറച്ചൊന്ന് മാറിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ഇറക്കിയിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ കുത്തിയതിൻ്റെ കുറച്ച് നീങ്ങിയിട്ടായിട്ട് കുത്തിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് ത്രെഡ് എടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരിക. മറ്റേ അറ്റം വരെ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. നമുക്ക് ഈ ഒരു വാട്ടർ ഇറേസബിൾ പെന്ന് ഇതിപ്പോൾ സാറ്റിൻ്റെ ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇതിങ്ങനെ സ്പ്രെഡായി വരുന്നുണ്ട്. സാധാരണ കോട്ടണൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ആവില്ല. ഇപ്പോൾ ഇത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടെ കുത്തുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത് എടുക്കുമ്പോൾ വീണ്ടും നമ്മുടെ നേരത്തെ ഇപ്പോൾ ഇവിടെ ഗ്യാപ്പ് വരുന്നില്ല, ഈ ഒരു രണ്ടെണ്ണം നമ്മൾ അധികം ഗ്യാപ്പില്ല. അപ്പോൾ നമ്മൾ ഗ്യാപ്പുള്ള ഭാഗം നോക്കിയിട്ടാണ് ഇനി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് നോക്കിയിട്ടാണ് ഇനി നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പുള്ള ഭാഗത്ത് ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ കുത്തുമ്പോൾ, അതായത് നമ്മൾ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്ററിൽ കുത്തുന്നത് എല്ലായിടത്തും ഒരേ ഭാഗത്തായിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ കുത്തുന്നത് ഇവിടെ തന്നെയാണ്. അതായത് എല്ലാം ഒരേ ലൈനിൽ തന്നെയാണ് വരുന്നത് കേട്ടോ.
ആദ്യത്തെ റൗണ്ടിൽ മാത്രമാണ് നമ്മൾ കുറച്ച് കയറി ഇറങ്ങിയിട്ടും കുത്തിയത്. ഇങ്ങനെ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഈ ഗ്യാപ്പൊക്കെ ഫില്ലായിട്ട് വരും. ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ലാക്കി വരിക. ഇവിടെ വീണ്ടും ചെറിയൊരു ഗ്യാപ്പുണ്ട്, അപ്പോൾ വീണ്ടും നമ്മൾ അവിടേക്ക് തന്നെ വരിക. ഇത്ര ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പെറ്റൽ ഫില്ലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഗ്യാപ്പൊന്നും ഇല്ലാണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. നമ്മൾ 5 പെറ്റൽസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെൻറ്ററിൽ കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു ഷെയ്ഡ് പോലെ കിട്ടാനായിട്ട് നമ്മളിങ്ങനെ, ഇപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സിൽക്ക് ത്രെഡാണ്. അപ്പോൾ ആ ഒരു സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടി എടുത്തിട്ട് നമ്മൾ ഈ സെൻറ്ററിലോട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫെദർ സ്റ്റിച്ച് വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ നമ്മൾ 3 ഫ്ലവേഴ്സ് ചെയ്തതിൽ നമ്മൾ 2 ഫ്ലവേഴ്സിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഫെദർ സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഡിസൈൻ ചെയ്യാണ് കേട്ടോ. ചെയ്യുന്നത് കുറച്ച് ബീഡ്സ് ആണ് ഇവിടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മളിവിടെ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒരു വേർഡ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എഴുതി കൊടുത്തിരിക്കണം. അപ്പോൾ ഇതിന് മുകളിലൂടെ നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാനാണ്.
ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു 4 ബീഡ്സ് നമുക്ക് ഇതുപോലെ കോർത്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു ലെങ്ത് അനുസരിച്ച് താഴോട്ട് കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് തൊട്ടിപ്പുറത്ത് ലാസ്റ്റ് പോയിന്റിൽ നിന്ന് ലാസ്റ്റത്തെ ആ ഒരു ബീഡുണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഇതുപോലെ കുത്തി എടുക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ വീണ്ടും എടുക്കുക. ഇതുപോലെ അതിനുശേഷം വേണം നമുക്ക് വീണ്ടും അടുത്ത ബീഡ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് കിട്ടും. ഫൈനൽ ലുക്ക് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.